യേശുവിൽ സ്നേഹിതരെ, എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് ലഭിക്കുക. അത്ര കേട്ടാൽ നല്ല സുഖമുള്ളതും എന്നാൽ ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുമായ സുവിശേഷ ഭാഗമാണ്. എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ആരാണ് പറയുക? സ്നാപയോഹന്നാനാണ്. എന്താണത് പറയാനുള്ള കാരണം? യേശു അവൻ്റെ അതേ പാതയിലൂടെ മറ്റൊരാൾക്ക്, അനേകർക്ക് സ്നാനം നൽകുന്നത് കണ്ടിട്ട് ആളുകൾ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ദാ നിന്നെപ്പോലെ ഒരാൾ അവിടെ സ്നാനം നൽകുന്നു. അവൻ്റെ അടുത്തേക്ക് അനേകായിരങ്ങൾ ഓടിച്ചെല്ലുന്നു. അപ്പോഴാണ് അവൻ്റെ ഈ മനോഹരമായ ഡയലോഗ്, എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഞാൻ വന്നത് അത് അവൻ്റെ അടുത്തേക്ക് അനേകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവനിലൂടെ സ്നാനപ്പെടാൻ വേണ്ടിയിട്ടാണ്, അവനിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, അവൻ വളരാനും ഞാൻ കുറയാനും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ പാഠമാണ് ഇന്ന് സ്നാപയോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത് മറ്റൊരാളുടെ വളർച്ചയിലാണല്ലോ. അവർ വളരുമ്പോൾ, അവർ പുരോഗമിക്കുമ്പോൾ, എൻ്റെ അതേ വഴിയിലൂടെ നടന്നിട്ട് ഞാൻ തളർന്നു പോവുകയും എന്നാൽ അവൻ രക്ഷപ്പെടുകയും ചെയ്യുക. ഞാൻ കൃഷി ചെയ്തു, അവരും കൃഷി ചെയ്തു, എന്നാൽ എൻ്റെ കൃഷി നശിക്കുന്നു, അവരുടെ കൃഷി വളരെ മനോഹരമാകുന്നു. ഞാൻ ബിസിനസ് ചെയ്തു, അവരും ബിസിനസ്സാണ്, പക്ഷേ എൻ്റേത് നശിക്കുന്നു, അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യുന്നു, എന്നിലേക്ക് അനേകം പേര് കടന്നു വരുന്നു, അവരിലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള തിന്മയുടെ ശക്തി നമ്മളെ നയിക്കാറുണ്ട്. എന്നാൽ സ്നാപയോഹന്നാൻ കണ്ടുമുട്ടുന്ന ആത്മീയത അതല്ല. ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ യേശുവും ചെയ്യുക. പക്ഷേ അവൻ കണ്ടുമുട്ടുന്ന എന്താണ്? അവനിലേക്ക് അനേകായിരങ്ങളെ ആകർഷിക്കാനുള്ള ശക്തി. ഇതാണ് ആത്മീയതയുടെ വളർച്ച നമുക്കുണ്ടാകുക. നമ്മളും യേശുവിൻ്റെ പാതയായിട്ട് നടക്കുന്നവരാണ്, യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ചോദ്യം ഇതാണ്, എന്നിലൂടെ ആരാണ് യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്? എന്നിലൂടെ ആർക്കാണ് ഈ നിത്യരക്ഷ സ്വന്തമാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്? ഞാൻ എളിമപ്പെടുമ്പോൾ, ഞാൻ സ്നേഹം പങ്കുവെക്കുമ്പോൾ, ഞാൻ സഹിക്കാൻ തയ്യാറാകുമ്പോൾ, മറ്റൊരുവിന് വേണ്ടി ബലി കൊടുക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ആരാണ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത്? നമ്മുടെ സന്തോഷങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്തിലാണ് സന്തോഷം കിട്ടുക? ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മാത്രമേ നമ്മൾ ആഗ്രഹിക്കുക. എൻ്റെ ഭാര്യ ഉണ്ടാക്കി തന്ന ഭാര്യ എത്രയോ സങ്കടപ്പെട്ടിട്ടായിരിക്കാം, എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം, എത്രയോ പുക ശരീരത്തിലും ഉള്ളിലേക്കൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ്. കൈ പൊള്ളിയിട്ടുണ്ടാകാം, ഒരുപക്ഷെ തലവേദനയുടെ നടുവിലായിരിക്കാം, മാനസിക സമ്മർദ്ദങ്ങളുടെ നടുവിലായിരിക്കാം, സന്തോഷമൊന്നും അനുഭവിക്കാതെയായിരിക്കാം ആ കണ്ണുനീരിൽ ചാലിച്ചെടുത്ത ഭക്ഷണമാണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുക. അപ്പോൾ എത്രയോ നിസ്സാരമായിട്ടാണ് നമ്മളതിനെ തള്ളിക്കളയുക. ഇതൊന്നിനും കൊള്ളില്ലാത്ത, നീ എവിടെ നോക്കി ഉണ്ടാക്കിയേ, നിനക്ക് വേറെ പണിയില്ലായിരുന്നോ? കാരണം എന്താ? അവിടെ എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക. അപ്പനോടും അമ്മയോടും ഒക്കെ നമ്മുടെ പെരുമാറ്റങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യപ്പെടലുകൾ, വെറുപ്പ്, അകൽച്ച നമ്മൾ കണ്ടുമുട്ടിയില്ലേ? ഒരു വീട്ടിൽ നിന്ന് തന്നെ തൻ്റെ മാതാപിതാക്കളെ പടിയടച്ച് പണ്ടം വെക്കുന്ന മക്കളുടെ ജീവിതങ്ങൾ, സ്വന്തം കൂടപ്പിറപ്പുകളെ കൊന്നുകളയുന്ന മനുഷ്യർ, ഇങ്ങനെ സ്വന്തം സന്തോഷത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ആത്മീയ ജീവിതമാണ്, ആത്മാവിൻ്റെ കൃപയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ എൻ്റെ സന്തോഷത്തേക്കാൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെറുതാവുകയും മറ്റൊരാളെ വലിപ്പമുള്ളതാക്കി കാണുകയും ചെയ്യാം. വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്. ഭാര്യ എടുത്തു വെക്കാനും, ഭർത്താവിൻ്റെ കുറ്റം പറയാനും, മക്കളുടെ കുറ്റം പറയാനും, അപ്പൻ്റെ അമ്മയുടെയും അമ്മായിപ്പൻ്റെ അമ്മായിമ്മയുടെ ഒക്കെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ അവരിൽ നന്മ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, അതാണ് മറ്റുള്ളവരുടെ ഞാൻ കുറയുകയും അവരൻ വളരുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ആത്മീയത കൊണ്ട് നമുക്ക് എന്താ നേടാനായ? എല്ലാ ദിവസവും ബലിയർപ്പിച്ചതുകൊണ്ടോ, കുരിശ് വരച്ചതുകൊണ്ടോ, പ്രാർത്ഥിച്ചതുകൊണ്ടോ നേടാൻ പറ്റുന്ന ഒരു ആത്മീയത അല്ലത്. മറിച്ച് ആത്മീയത പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതമാകുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തു മക്കളായി തീരുക. സ്നാപയോഹന്നാൻ അവന് വഴിയൊരുക്കിയവനാണ്, ഈശോയ്ക്ക് വഴിയൊരുക്കിയവനാണ്. ആ വഴിയൊരുക്കിയ വഴിയിലൂടെ അനേകായിരങ്ങൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ, ഞാൻ അവനെ തന്നെ ആ നാട്ടിലെ ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ പറയുകയാണ്, ഇപ്പോഴാണ് എൻ്റെ സന്തോഷം പൂർണ്ണമായത്. കാരണം ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നുവോ ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാവുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ എന്ന നിലയിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് അപ്പൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ. ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കപ്പെടേണ്ടത് അമ്മയുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ. ഒരു ജീവിത പങ്കാളി, ഒരു മകനും മകളും, ഒരു അമ്മായപ്പൻ അമ്മായിയമ്മ, ഒരു മാതാപിതാക്കൾ എന്നൊക്കെ നിലയിൽ നമ്മൾക്ക് സന്തോഷം പൂർണ്ണമാകേണ്ടത് നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ്. അല്ലാതെ എനിക്കെന്ത് നേടാം, എന്ത് ഗുണമാണ് ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടുള്ളത്, ഞാൻ വിവാഹം കഴിച്ചിട്ട് എന്ത് ഗുണമാണ്, എനിക്ക് മക്കളുണ്ടായിട്ട് എന്ത് ഗുണമാണ്, അല്ലെങ്കിൽ ഞാനൊരു അപ്പനായിട്ട് എന്ത് ഗുണമല്ല. എൻ്റെ അപ്പത്വത്തിൻ്റെ, എൻ്റെ അമ്മത്വത്തിൻ്റെ, എൻ്റെ മകനും മകളുമെന്ന ആ ദൗത്യത്തിൻ്റെ കൃപ പൂർണ്ണമാകുമ്പോഴാണ് ഞാൻ കൃപയുള്ള മനുഷ്യരായി തീരുക, ആത്മീയതയുള്ള മനുഷ്യരായി തീരുക. അവിടെയാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത്. അതല്ലേ വിശുദ്ധരുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? അവർ വന്ന ജീവിതം എന്തിനു വേണ്ടി ജീവിച്ചുവോ, ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ, അത് അവരുടെ ജീവിതത്തെ ബലി അർപ്പിച്ചുകൊണ്ട് പോലും ആ ദൗത്യത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആത്മാവ് സന്തോഷമുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവും ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കട്ടെ. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നൽകുന്ന കൃപകൾ, ദൈവം നൽകുന്ന സഹനങ്ങൾ, ദൈവം നൽകുന്ന വെല്ലുവിളികൾ, അത് സ്വർഗത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, എല്ലാം പൂർത്തിയായി. ആരാ പ്രാർത്ഥിച്ചേ? ചങ്ക് മുറിയുന്ന വേദനയുടെ നടുവിൽ തൻ്റെ ശരീരത്തെ കഴുകന്മാർ പിച്ചു ചീന്നുന്ന പോലെ ചീന്തിയിട്ടിരിക്കുന്ന ഈശോ, കാർക്കിച്ച തുപ്പലുകളും കർണത്തടികളും ചാട്ടവാറുകളും ഏറ്റെടുത്ത് ഒരു നീചഭാവിയെപ്പോലെ മരണം വരിക്കുന്ന ഈശോയാണ് പറഞ്ഞത്, എല്ലാം പൂർത്തിയായി. കാരണം അവൻ്റെ ആത്മാവ് സന്തോഷത്തിൽ പൂർണ്ണനായിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം, എല്ലാം പൂർത്തിയാകുന്നൊരു ദിവസം ആത്മാവ് സന്തോഷിക്കട്ടെ. എൻ്റെ പ്രവർത്തനങ്ങൾ സ്വർഗം സന്തോഷിക്കുന്നതാകട്ടെ. എൻ്റെ ജീവിതങ്ങൾ കുറഞ്ഞ് സ്വർഗത്തിൻ്റെ ജീവിതങ്ങൾ വളരുന്നതാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.